ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് KFC ചിക്കനാണ്. ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിൻ ഔട്ട് ചിക്കനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇത് ഞാൻ കനം കുറച്ചെടുത്തിരിക്കുകയാണ്. ഇതും ഇതേപോലെ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് പോക്ക് ചെയ്യാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഇത് സാദാ ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, അത് നന്നായിട്ട് ഉടച്ചത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാല ചിക്കനിലെല്ലാം ഫുൾ കവറായിട്ടിരിക്കുന്നത് പോലെ വേണം ഇതിനകത്തേക്ക് പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മിനിമം മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓവറായിട്ട് മസാലയുടെ കുത്തൊരിക്കലും KFC ചിക്കനിൽ ഉണ്ടാവില്ല. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് മിനിമം 5 മണിക്കൂറെങ്കിലും കവർ ചെയ്ത് മാറ്റി വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ. ഇനി നമുക്ക് ഇതിനൊരു കോട്ടിംഗ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ, 250 ml കപ്പാണ്, 1/2 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഡാർക്ക് കളറായിരിക്കും. നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ കളറിലാണ് കിട്ടേണ്ടത്. ഞാൻ ഈ മൈദാക്കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ട് മൊത്തമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് നനഞ്ഞിട്ട് കൂടുതൽ വേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും മൈദാക്കൂട്ടിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ചിക്കൻ പീസസ് എടുക്കുമ്പോൾ ഇതേപോലെ എക്സ്ട്രാ മസാല ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മൈദയുടെ കൂട്ടിലേക്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇപ്പോൾ മൈദാക്കൂട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എത്ര പീസസ് ഫ്രൈ ചെയ്യുന്നോ അത്രയും മാത്രമേ നമ്മളിങ്ങനെ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് വെക്കാവുള്ളൂ. ഇത് ഡസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് കുടഞ്ഞിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ ആ ക്രസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ നന്നായിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 3 പീസും ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് വാട്ടറിലേക്ക് ഇടാം. നമ്മളിത് ഡിപ്പ് ചെയ്യാനായിട്ട് സാധാരണ വെള്ളം എടുത്താൽ അതിലെ ആ കോട്ടിങ് വേഗം വെള്ളത്തിലങ്ങ് അലിഞ്ഞു ചേരും. അതുകൊണ്ട് ഐസ് വാട്ടറാണ് ഒന്നുകൂടെ നല്ലത്. ഇതേപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലെ എക്സ്ട്രാ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ആ മൈദാക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൈദ കവർ ചെയ്തിട്ട് എടുക്കാം. സെക്കൻഡ് ടൈം മാരിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേതിനേക്കാൾ നന്നായിട്ട് മൈദ അതിൽ കവറായിട്ടിരിക്കണം. ഇതേപോലെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഈ ഒരു മൂവ്മെൻറ്റ് പോലെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ഈ മൈദാക്കൂട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിക്കണം. ഒരു പീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൽ തിരുമ്മി പിടിപ്പിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 3 പീസും സെക്കൻഡ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസും നന്നായിട്ട് കുടഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ KFCയുടെ മുകളിലത്തേതുപോലെയുള്ള ഒരു ക്രഞ്ചി ക്രസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതേപോലെ നന്നായിട്ട് കുടയണം. 3 പീസ് ഞാൻ നന്നായിട്ട് കുടഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ പീസസ് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ഓയിൽ ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരുപാട് തണുത്തിരുന്നാലും എണ്ണ കുടിക്കും. അതേപോലെ ഓയിൽ നന്നായിട്ട് ചൂടായാൽ വേഗം കരിഞ്ഞു പോകും, അകം വേഗത്തതുമില്ല. ഇതിപ്പോൾ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് തിരിച്ചിടാം. നന്നായിട്ട് ക്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഫ്രൈ ആവാനായിട്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. 3-4 പീസ് ഇതേപോലെ നമ്മൾ മൈദാക്കൂട്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൽ മൈദയൊക്കെ നനഞ്ഞിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ വരും. ആ സമയത്ത് നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ട് നന്നായിട്ട് ആ നനഞ്ഞ കൂട്ടെല്ലാം അരിച്ചു മാറ്റണം. നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മൈദാക്കൂട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ 2-3 പീസ് വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ ഈ മാവ് കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് വീണ്ടും ആ എണ്ണ തന്നെ വെച്ച് ചൂടാക്കി ഉപയോഗിക്കാം. ഇനി ഈ ചിക്കൻ്റെ ലെഗ് പീസും ഇതേപോലെ മൈദാക്കൂട്ടിൽ നന്നായിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. KFC ചിക്കൻ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഇന്ത്യൻ മസാലാസ് യൂസ് ചെയ്യാത്തതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഗാർലിക് പൗഡർ ചേർക്കുമ്പോൾ KFCയുടെ അതേ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് ക്രസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലെഗ് പീസ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടുതൽ വേണം, എന്നാൽ മാത്രമേ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഇതൊരു 8 മുതൽ 12 മിനിറ്റ് വരെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയൊന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ എണ്ണ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. നല്ല മുങ്ങിയിരിക്കുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തിരിച്ചിട്ടപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ KFC ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. ഓവർനൈറ്റ് ഇരുന്നത് കൊണ്ടും നന്നായിട്ട് പോക്ക് ചെയ്തേക്കുന്നത് കൊണ്ടും മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്.